ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 7 ആണ് ഗൈസ്. ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ 5 എന്നാണ് പറഞ്ഞത്. എനിക്ക് തെറ്റിപ്പോയി. ഈ വീഡിയോയ്ക്കകത്ത് 6 ആണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ് 5 എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അപ്പോൾ വിചാരിച്ചു എന്നും ഇനി രാവിലെ എഴുന്നേറ്റ് വീഡിയോ എടുക്കണ്ടാന്ന്. എന്നും ഞാൻ വീഡിയോ ഇട്ടാൽ പോരെ. എന്നും രാവിലെ എഴുന്നേറ്റ് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്ത് കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ഐറ്റങ്ങൾ കൊണ്ടുവരണം, എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് വീഡിയോ എടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. ഈ 30 ഡേയ്സ് ചലഞ്ച് കൊണ്ടുപോകണം. അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോസ് എന്തെങ്കിലും കുറച്ചുകൂടെ ഐറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും കമൻറ്റ് ചെയ്യാറില്ല. കമൻ്റൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഡേ 7 സ്റ്റാർട്ടിങ്. നമ്മുടെ ബോഗൻവില്ലേ പൂത്ത് നിൽക്കുന്നുണ്ടോ? പിന്നെ ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടൊരു കൊല പിടിച്ചിരിക്കുന്നു. ഇവിടെയുണ്ട്. ഇത് പെട്ടെന്നൊന്ന് മരമായിരുന്നെങ്കിൽ. ഈ ഒരു ബോഗൻവില്ല അല്ലാതെ ഇതൊരു ബോഗൻവില്ല. കണ്ടോ? ഇടയ്ക്കൊക്കെ ഉള്ളൂ. ഇത് കിളിക്കുന്നതായിരുന്നു. കുറച്ച് വെട്ടിക്കളഞ്ഞ് കാട് പോലെ കിളിക്കുന്ന കാരണം. കണ്ടോ? ഇതതിൻ്റെ ബാക്കി. ഇത് വേറെ. ഇത് തേണ്ടോ വേറെ ഒരെണ്ണം. എല്ലാം ബോഗൻവില്ല ഗൈസ്. അമ്മയുടെ കളക്ഷൻസാണ്. പിന്നെ ഇത് കൊള്ളാല്ല. ഇത് റെഡ് കളർ. റെഡല്ല, പിങ്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു മജന്ത കളർ പോലുണ്ട്. ഇതിൻ്റെ നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിൻ്റെ അതിൻ്റെ അപ്പുറത്ത്, വെള്ളയുടെ അപ്പുറത്ത് കാണിച്ചതിൻ്റെ ആ കളർ തന്നെ കുറച്ച് ലൈറ്റായിട്ട് വരും. ബോഗൻവില്ല കളക്ഷൻ ആണ് ഗൈസ്. ബോഗൻവില്ല കളക്ഷൻ. പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു അറിയത്തില്ല ഗൈസ്. ഇതും ഇതിനകത്ത് പൂളിക്കുന്നതാണ്. പക്ഷെ ഇത് കണ്ട് കേടായിപ്പോയി. ഇതുണ്ടോ പൂവിരിക്കുന്നത്? ഇത് പൂവാന്ന് അമ്മ പറഞ്ഞത്. എന്തോ അപ്പുറത്തെ ആൻറ്റിയുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും നല്ല ബോഗൻവില്ല കളക്ഷൻസ്ക്കാര ഉണ്ടായിരിക്കുന്ന. ഇതൊരു ബോഗൻവില്ലേ. പിന്നെന്താ ഇതൊക്കെ? അതൊരു ബോഗൻവില്ലേ. ഇവർ രണ്ടുപേരോട് കാണാം ഗൈസ് ബോഗൻവില്ല കളക്ഷനിൽ പോകുന്നത്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇതുണ്ട്, മത്തങ്ങ പോലെ ഇരിക്കുന്ന ഓമയ്ക്ക. ഇതാണ് ശരിക്കും ഓമയ്ക്കയുടെ ഷേപ്പ്. പക്ഷെ ഇത് മത്തങ്ങ പോലെ ഇരിക്കുന്നു ഗൈസ്. നിങ്ങളുടെയൊക്കെ ആരെങ്കിലും വീട്ടിലുണ്ട് ഇങ്ങനെ? ഇത് കണ്ടോ? ഇന്ന് ഉച്ചക്കലത്തെ ഞങ്ങളുടെ ഊണാണ്. മീൻ വറുത്തത്, അച്ചാറ്, മോര്, മീൻ കറി, പിന്നെ മെഴുക്കുവരട്ടി. ഞാൻ പോയി കഴിച്ചിട്ട് തരാം ഗൈസ്. അടിപൊളി. ഇന്ന് കുറച്ച് കൂടുതൽ വിഭവങ്ങളുണ്ട്. ഒരാളിവിടെ
ചായക്ക് കടിയായിട്ട് ബ്രെഡ് വറുക്കാൻ പോകുന്നു. എന്ത് ചെയ്യാൻ പോവാ? ബ്രെഡ് പൊരിക്കാൻ. ബ്രെഡ് പൊരിക്കാൻ പോകും. ഇതിന് എടുത്തെടുത്ത് നോക്കിയത് ഞാൻ പൊരിക്കും. എന്താണെന്നറിയോ? ABC ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിള്, നാരങ്ങ, ഒരൈറ്റം കൂടെ ഉണ്ട്, ഇഞ്ചി വരുന്നില്ല. ഇഞ്ചി എവിടെ? ഇഞ്ചി എടുത്തില്ലേ? മറ്റേ സാധനം ഒരാള് ABC ജ്യൂസ് അടിക്കും. ഇതിനകത്ത് പാലൊഴിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ എൻ്റെ ചായ എന്തോ കുടിക്കുന്നത്? ABC ജ്യൂസ്. ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരിടം വരെ പോവാണ്. എനിക്ക് ഒരു റീൽ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെയിനും ഒരു കർച്ചീഫും വാങ്ങാൻ, നല്ല ലോങ് കർച്ചീഫ്. അതുമല്ല, ഞങ്ങളിന്ന് അമ്മൂമ്മയുടെ വീട്ടിലും പോകുന്നു. ചുമ്മാ അങ്ങ് പോന്ന് അല്ലേ അമ്മ? ഞങ്ങള് അപ്പം പോട്ടെ. ചേരുന്നൊന്നും അല്ല, എന്നാലും വേണമല്ലോ, കഴുത്തേൽ എന്തെങ്കിലും കാണണമല്ലോ. ഒരു ഗുണ്ട ലുക്ക്. ഇത്ര വലുത് വേണ്ടാടി. നമ്മൾ വേണ്ട നമ്മളിപ്പോ എവിടെയാ? അമ്മൂമ്മയുടെ വീട്ടിലാണ് ഗൈസ്. കൊച്ചു എന്താ? ഒന്നുമില്ല. വാ, ഞങ്ങൾ പോയി ഷർട്ട് എടുത്തിട്ട് വരാം. ഞാൻ ഷർട്ട് എടുക്കാൻ വന്നു. ആരോടാ പറഞ്ഞു? ഞാൻ തന്നെ ഷർട്ട് എടുത്തു. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഷർട്ടല്ല ഗൈസ്, ഇതെൻ്റെ ചേട്ടൻ്റെ ഷർട്ട്. അപ്പം ഞാനതെങ്കിൽ പോയി അടിച്ചു മാറ്റി. നമ്മൾ വെറുതെ ഒരു ഷർട്ട് വാങ്ങിച്ച് പൈസ കളയുന്നില്ല. ചേട്ടന്മാരുണ്ടെങ്കിൽ ചേട്ടന്മാരുടെ നിന്ന്, മാമന്മാരുടെ നിന്ന് ഷർട്ട് വാങ്ങിച്ച. ലൂസ് ഷർട്ട് ഇപ്പോൾ ഒരു ട്രെൻഡല്ലേ, അപ്പോൾ ലൂസ് ഷർട്ടാന്ന് വിചാരിച്ചു. ഇത് കണ്ടു, ഇതൊക്കെ ഞാൻ ഇടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇതൊക്കെ ഭയങ്കര വലുതാണ്. ഞാൻ വെച്ച് ചേട്ടൻ്റെ ഷർട്ട് നോക്കാം. പാൻ്റെ ഷർട്ട് കിട്ടി. അത് ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതാകുമ്പോൾ കുറച്ചുകൂടെ കോമ്പിനേറ്റഡ്. വീട്ടിൽ വന്ന ഇത്രയും സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്. എന്താണ് എന്ത് കുട്ടി താങ്കൾക്ക് പറയാനുള്ളത്? ഉണ്ട് ഒരാൾ ഞാൻ എന്നെ തീറ്റിക്കാതെ വിടത്തില്ല, ബുൾസ ഉണ്ടാക്കുന്നു.
ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. ആരാന്ന് അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിക്കുക. വേറെന്തെങ്കിലും എടുക്കാൻ പറഞ്ഞ തുണിയൊക്കെ എടുത്താ എൻ്റെ തുണി അതിനകത്ത് ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തി. എന്നാ പറ്റി നമ്മുടെ ഫുൾ മൂൺ ഗൈസ്. ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഗൈസ്. ഫുൾ മൂൺ ഇന്നലെ ഞാൻ വന്ന് നോക്കിയപ്പോഴൊന്നും കണ്ടില്ല, പോയിരിക്കുമായിരുന്നു. ഇന്നെന്തായാലും ഞാൻ കണ്ട് പുള്ളിനെ. സോ ഹാപ്പി. നമുക്ക് എന്തെങ്കിലും ഡ്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പുള്ളിയെ നോക്കി, പുള്ളിയല്ല കേട്ടോ, ചന്ദ്രൻ നോക്കി നമുക്കിങ്ങനെ നമ്മുടെ ഡ്രീംസൊക്കെ പുള്ളിയോട് ഷെയർ ചെയ്യാം. അപ്പോൾ പുള്ളി പെട്ടെന്ന് നമ്മുടെ ഡ്രീംസൊക്കെ നടത്തിത്തരും, നമുക്കതിനുള്ള വഴിയൊക്കെ ഒരുക്കി തരും എന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും. ഞാനങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സോ ഗൈസ്, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വിചാരിക്കും ഞാൻ ഇടുന്ന വീഡിയോസിനകത്ത് മുഴുവൻ ഞങ്ങളെല്ലാവരും മീൻസ് ഞാനും അമ്മയും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വീഡിയോസ്. ഞങ്ങൾക്ക് ഓരോ ദിവസം പോകേണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയിപ്പം നാളെ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഡ്രസ്സ് എടുക്കാനും ചേട്ടൻ്റെ ഡ്രസ്സ് എടുക്കാനും പിന്നെ ചെയിനും സ്കാർഫും വേണം. സ്കാർഫ് മീൻസ് നമ്മുടെ ടവല്, ഞാനത് കാണിച്ചില്ലല്ലോ, ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ ഈ സ്കാർഫ് ഇങ്ങനെ വലുതായിട്ട് തലയിലൊക്കെ കെട്ടാൻ, നമുക്കിങ്ങനെ കയ്യിലൊക്കെ കൊണ്ടുനടക്കുന്നത് ഇത്രയും വലിയ സ്കാർഫ്. ഞാൻ 2 എണ്ണം വാങ്ങിച്ചു, എനിക്ക് 2 എണ്ണം ഇഷ്ടപ്പെട്ടു. ഇതും ഇഷ്ടപ്പെട്ടു. 2 ഗൈസ് ഞാൻ വാങ്ങിച്ച സ്കാർഫ്. സോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും പുതിയ കണ്ടന്റുകളുമായി ഞാൻ വരും. പുതിയ കണ്ടന്റുകൾ എന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി ഒക്കെ ഇറക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനതിനുള്ള പ്ലാനിങ്ങിലാണ്. പുതിയ കണ്ടന്റുകളായിട്ട് ഞാൻ ഇനിയും തിരിച്ചു വരും. ഇത് Day 7. അപ്പോൾ ബൈ.